എം സ്വരാജ് അദ്ദേഹം ആരെയും പരിഹസിക്കാനോ ചീത്ത പറയാനോ കുറച്ച് കാണിക്കാനോ ശ്രമിക്കാറില്ല. എന്നാൽ ഏത് ചോദ്യത്തിനും സ്വരാജിൻ്റെ കയ്യിൽ കൃത്യമായ ഉത്തരമുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. എം സ്വരാജാണ് ഇന്ന് ചർച്ചാ വിഷയം. നാട്ടിലും വീട്ടിലും ബോട്ടിലും ബസ്സിലും ചാനൽ ചർച്ചകളിലും ഇപ്പോൾ ഒരേ ഒരു പേര്, എം സ്വരാജ്. രാഷ്ട്രീയം അറിയുന്നവരും രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവരും രാഷ്ട്രീയം ഇഷ്ടമില്ലാത്തവരും എല്ലാവരും ഇങ്ങനെ എം സ്വരാജ് എന്ന് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഉണ്ട്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ്. പല നിയമസഭാ മണ്ഡലങ്ങളിലും ഇങ്ങനെ ബൈ ഇലക്ഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ എതിർപക്ഷക്കാർ പോലും ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുക എന്നത് വിരളമായിരിക്കും. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ലേ എന്നും സ്വരാജിനെ കൊണ്ടുവന്നാൽ അവിടെ അധികാരം പിടിക്കാമെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിക്കുകയും UDF പരക്കെ പറയുമ്പോഴാണ് സാക്ഷാൽ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് ശേഷം UDF ക്യാമ്പ് ഒരക്ഷരം മിണ്ടാട്ടമില്ല. അപ്പോൾ എതിരാളികൾ പോലും ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് സ്വരാജ്. എം സ്വരാജ് എന്ന രാഷ്ട്രീയ നേതാവ് വ്യത്യസ്തനാണ്. എന്തുകൊണ്ടാണ്? അത് അദ്ദേഹത്തിൻ്റെ പരന്ന വായനയും വിഷയങ്ങളിലുള്ള അറിവും മൂലമാണ്. അതിനുവേണ്ടി ഡേറ്റയും ചരിത്ര വിശകലനവും വരെ പ്രതിഫലിപ്പിക്കാനുള്ള ഭാഷ കൂടിയാണ് അദ്ദേഹത്തിൻ്റെത്. എതിരാളികളെ ബഹുമാനിച്ചുകൊണ്ട് ശക്തമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. ഏതൊരു എതിർ രാഷ്ട്രീയക്കാരനും ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ പിടിച്ചിരുത്തുന്ന പ്രസംഗ ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പ്രസംഗങ്ങൾ രാഷ്ട്രീയ എതിരാളികൾക്കുള്ള തീപ്പൊരി മറുപടി പ്രശസ്തമാണ്. നിലപാടുകൾ കൃത്യമായിരിക്കും. എതിരാളികൾ പലപ്പോഴും പകച്ചു പോകുന്ന അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഡേറ്റാസ്. ചാനൽ ചർച്ചകൾക്കിടെ അവതാരകർ ഭയപ്പെട്ടിരുന്ന പാനലിസ്റ്റുകൾ ആരെന്ന ശ്രീകണ്ഠൻ നായരുടെ ചോദ്യത്തിന് അവർ തന്നെ നൽകിയ മറുപടിയും എം സ്വരാജ് എന്ന ഒറ്റപ്പേരായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകളും കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അയോധ്യ വിധി വന്നപ്പോൾ സ്വരാജ് പറഞ്ഞതിങ്ങനെ: നിഷ്കളങ്കരെ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ മറിച്ചൊരു വിധി പ്രതീക്ഷിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകളും ചർച്ചയായി. അടിച്ചമർത്തപ്പെട്ടവർക്കൊപ്പമായിരിക്കണം കമ്മ്യൂണിസ്റ്റുകാർ എന്ന് അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളിലും വ്യക്തവുമാണ്. അത് പാലസ്തീൻ ജനതയ്ക്കൊപ്പം നിന്ന നിലപാടിലും ഏറ്റവും ഒടുവിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പശ്ചാത്തലത്തിൽ യുദ്ധം വേണ്ട എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ നിലപാടുകൾ കൃത്യമായിരുന്നു. യുദ്ധത്തിൽ സാധാരണ ജനങ്ങളാണ് മരിക്കുന്നതും ബുദ്ധിമുട്ടുന്നതും എന്ന നിലപാട്. അവഹേളനവും സ്വഭാവഹത്യവുമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇത് മനസ്സിലാവില്ല. ജനാധിപത്യ മര്യാദകൾ പറഞ്ഞുകൊണ്ട് എം സ്വരാജ് നിലമ്പൂരിൽ രാഷ്ട്രീയ പ്രചരണം നടത്തുകയാണ്.